പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീകാന്തും ചന്ദ്രശേഖരും വല്ലാത്തൊരു പ്ലാൻ തന്നെയാണ് ഒരുക്കുന്നത്. ഇതൊന്നും അറിയാതെ വിക്രമും വേദയും തങ്ങളുടെ പ്രണയത്തിന്റെ ആ ഒരു വിരഹവേദനയിൽ ഉരുകുകയായിരുന്നു. പരസ്പരം വിട്ടുപിരിയാനാവാത്ത വിധം അവർ അഗാധമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിലും എങ്ങനെയെങ്കിലും വിക്രമിനെ സ്വന്തമാക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ വേദയുടെ മനസ്സിലുള്ളൂ. അതേസമയം തന്നെ വിക്രമും ആകെ വിഷമത്തിലാണ്. വേദ എന്തിന്റെ പേരിലായിരിക്കും തന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് എന്നോർത്തുകൊണ്ട് തന്നെ അയാളുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ വീശുന്നുണ്ടായിരുന്നു. വേദയില്ലാതെ ഒരൊറ്റ നിമിഷം പോലും മുന്നോട്ടു പോവാൻ വിക്രമിനാവുന്നില്ല. പക്ഷേ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി പാർട്ടി പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ തന്നെ വിക്രമുണ്ട്. എല്ലാ കാര്യങ്ങളിലും ശ്രീനിവാസൻ സാറിന്റെ തോളോട് തോള് ചേർന്ന് കൊണ്ട് തന്നെ വിക്രം മുന്നിൽ തന്നെയുണ്ട്. അവിടെയുള്ള തിരക്കുകളെല്ലാം കഴിഞ്ഞ് ചോറ് കഴിക്കാനായി വീട്ടിലേക്ക് വരികയാണ് വിക്രം. എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വിക്രം മുറിയിലേക്ക് പോവാൻ തുടങ്ങുമ്പോൾ മാഷി അവനെ തടഞ്ഞു നിർത്തി പറയുന്നുണ്ട്, വിക്രം, നീ ആ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് ഞങ്ങളോടും വേദയോടൊക്കെ പറഞ്ഞതല്ലേ? ഇനി ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അറിയാലോ, നമ്മുടെ പിന്നിൽ നിറയെ ശത്രുക്കളാണ്. എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവർ നിങ്ങളെയും ലക്ഷ്യം വെച്ച് നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, അച്ഛ വിഷമിക്കേണ്ട, ഞാൻ ഒറ്റക്കല്ലല്ലോ, വർക്ക്ഷോപ്പിലെ പിള്ളേരൊക്കെ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ശ്രീനിവാസൻ സാറിന്റെ കൂടെ ഇപ്പോഴും ഉണ്ടാവാറില്ല. ഒരു വഴക്കിനോ പ്രശ്നത്തിനോ ഒന്നും തന്നെ ഞാൻ പോകുന്നില്ല. സമാധാനപരമായിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇലക്ഷൻ വരെ മാത്രമേ സാറിന്റെ കൂടെ ഞാൻ ഇനി കാണുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം നേരെ മുറിയിലേക്ക് പോയി. അങ്ങനെ വേദയെ ഓർത്തുകൊണ്ട് തന്നെ കിടന്നുറങ്ങുകയാണ് വിക്രം. പിറ്റേന്ന് രാവിലെ വിക്രമിന് ചായയുമായി നന്ദിനി ചെല്ലുമ്പോൾ, നീ അല്പം ലേറ്റായല്ലോ എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്. രാത്രി ഉറക്കമൊന്നുമില്ലായിരുന്നുവല്ലേ എന്ന് ചോദിച്ചതിന് ശേഷം നന്ദിനി പറയുന്നത്, വിക്രം, നീ ആ വേദയെ അങ്ങ് മറന്നു കളയണം. എല്ലാം ഉപേക്ഷിച്ച് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവളാണ്. നിന്നോട് ഒരു വാക്കുപോലും പറയാതെയാണ് അവൾ ഇവിടെ നിന്നും പോയിരിക്കുന്നത്. എന്നിട്ടും നീയും അച്ഛനും കൂടി അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ ചെന്നിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നോ? ഇല്ലല്ലോ. ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് നീ പറഞ്ഞിട്ട് പോലും അവൾ നിന്റെ കൂടെ വരാൻ കൂട്ടാക്കിയോ? ഇത് കേട്ടതോടുകൂടി തന്നെ വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിന്റെ നന്ദിനി വീണ്ടും പറയാണ്, വെറുതെ ഓരോ പ്രതീക്ഷയും വെച്ചിട്ട് നീ ഇങ്ങനെ ഇരിക്കേണ്ട വിക്രം. അവളെ നീ മറന്ന് പഴയ വിക്രമാവണം. പഴയതുപോലെ തന്നെ തല്ലാനും കൊല്ലാനും എല്ലാം നടക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിന്റെ മനസ്സിൽ ഇപ്പോഴുള്ള ആ ഒരു ഇഷ്ടം നീ അങ്ങ് കളയണം. നന്ദിനി ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നങ്ങ് പോകുമ്പോഴാണ് കമലമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം ആകെ വിഷമിച്ചിരിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മ ചോദിക്കുന്നുണ്ട്, നന്ദിനി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേ ഞാൻ കരുതിയതാണ് വേദയെക്കുറിച്ച് എന്തെങ്കിലും നിന്നെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. അങ്ങനെ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. വേദയുടെ മനസ്സിൽ എന്തായിരിക്കും അമ്മയെന്ന് ചോദിക്കുകയാണ് വിക്രം. അവൾ സത്യമാണോ അച്ഛനോട് പറഞ്ഞത്, അതോ എന്നെ ഒഴിവാക്കാൻ നോക്കുകയാണോ? എൻ്റെ ഇഷ്ടം അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടും അവൾക്ക് എൻ്റെ മനസ്സ് കാണാൻ പറ്റിയില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിക്രം ഭയങ്കര സങ്കടത്തിലായിരിക്കും. ആ സമയത്ത് തന്നെ കമലമ്മ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല മോനെ, ഇലക്ഷൻ കഴിഞ്ഞ് ആ ബന്ധം തീരുമ്പോൾ വേദ നിന്റെ അടുത്തേക്ക് വരും. ഈ അമ്മയുടെ മനസ്സ് പറയുന്നു, നിങ്ങളെ പിരിക്കാൻ ആർക്കും പറ്റില്ല. അച്ഛനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം അമ്മയെന്ന് വിക്രം പറയുന്നു. അതുമായി വേദയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വെറുതെ ഒരാൾക്ക് എന്നെ ഒഴിവാക്കാനൊന്നും പറ്റില്ലല്ലോ. ഇതിനു പിന്നിൽ എന്തോ ഒരു കാരണമുണ്ടാവും. അതോ അതെല്ലാം തന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയാണ് വിക്രം. അങ്ങനെ വിക്രം വീട്ടിൽ നിന്നും വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ശ്രീകാന്ത് വണ്ടി തടയാണ്. വേദയുടെ മനസ്സ് മാറ്റാൻ നീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല. ഇനി മേലാൽ നീ ആ വീട്ടിലേക്ക് വന്നു പോവരുത് എന്ന് ശ്രീകാന്ത് കർക്കശമായി തന്നെ ആക്രോശിക്കുമ്പോൾ, വരേണ്ടി വന്ന ഇനിയും വരുമെന്ന് വിക്രം പറയാണ്. ആ വീട്ടിലുള്ളത് എൻ്റെ ഭാര്യയാണെന്ന് വിക്രം തിരിച്ചടിച്ചു. ഭാര്യ എന്നൊന്നും നീ വിളിക്കണ്ട. അവൾ നിനക്ക് അങ്ങനെ ഒരു അവകാശം തന്നിട്ടില്ല എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട്, എടോ, വേദ എൻ്റെ കൂടെ തന്നെ ജീവിക്കും. അവൾ എൻ്റെ സ്വന്തമാണ്. അവൾ എൻ്റെ ഭാര്യയാണ്. അവളെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ആരായാലും അത് ഞാൻ കണ്ടുപിടിക്കും. എനിക്ക് സംശയം തന്നെയാണ്. ഇതിന് പിന്നിൽ നീയാണോ എന്ന് ഞാൻ എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ കളി മാറും. വിക്രം അങ്ങനെയും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ശ്രീകാന്ത് ആകെ ദേഷ്യത്തിലായിരിക്കും. വിക്രം ഉടനെ തീർന്നില്ല എങ്കിൽ വേദ അവന്റെ അടുത്തേക്ക് പോകുമെന്ന് അയാൾ ഭയക്കുന്നുണ്ട്. അങ്ങനെ വരുണിനെ കൊല്ലാൻ വേണ്ടി ചന്ദ്രശേഖരനും ശ്രീകാന്തും ആളുകളൊക്കെ ഏർപ്പാടാക്കി കാത്തിരിക്കുകയാണ്. ഈ സമയം ശ്രീകാര്യം ശ്രീനിവാസൻ ഇലക്ഷൻ വർക്കുകളൊക്കെ നന്നായി പോകുന്നതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിലും വേദ കോടതിയിൽ തനിക്കെതിരെ വാദിക്കാനുള്ള പേടി വിക്രത്തിനോട് പങ്കുവെച്ചു. വേദ ചെറിയ കുട്ടിയല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ, ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ആരോപണം വന്നാൽ തന്റെ വിജയം തടയപ്പെടുമെന്നും മയക്കുമരുന്ന് മാഫിയക്കാരായ വാസവൻ ജയിച്ചാൽ നാടിന് ഗുണകരമില്ല എന്നും ശ്രീനിവാസൻ പറഞ്ഞു.
നീ കോടതിയിൽ എനിക്കെതിരെ മൊഴി പറയരുത്. വേദയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നീ പകച്ചു പോകരുത് എന്ന് ശ്രീനിവാസൻ പറയുമ്പോൾ, ഇല്ല സർ, ഞാൻ സാറിന്റെ കൂടെ തന്നെ നിൽക്കുമെന്ന് വിക്രം അയാൾക്ക് ഉറപ്പു നൽകി. വിക്രം വീട്ടിലേക്കെത്തി മുറി നോക്കുമ്പോൾ എല്ലാം അലങ്കോലമായി കിടക്കുന്നതാണ് കാണുന്നത്. വേദ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നല്ലോ എന്ന് വിചാരിച്ച് അവൻ ആ ഒരു മുടിയെല്ലാം തന്നെ അടുക്കിപ്പെറുക്കി വെക്കുമ്പോൾ അലമാരയിൽ നിന്നും ഒരു ബുക്കും അതിനുള്ളിൽ കുറച്ച് കടലാസുകളും കിട്ടി. വേദ വിക്രമിന് വേണ്ടി എഴുതി വെച്ച പ്രണയ ലേഖനങ്ങളായിരുന്നു അത്. ലോ കോളേജിൽ പോയി വരുമ്പോൾ വിക്രമിന് സർപ്രൈസായി നൽകാൻ കരുതിയ വാക്കുകൾ. തന്റെ മുഴു മനസ്സോടുകൂടെ വിക്രത്തിനെ പ്രണയിക്കുന്നുവെന്നും ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം അവസാനിക്കുന്ന അന്നു മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങാമെന്നും വേദ അതിൽ എഴുതി കുറിച്ചു വെച്ചിരുന്നു. അത് വായിച്ച് സന്തോഷം കൊണ്ട് തന്നെ വിക്രമിന്റെ കണ്ണുകൾ നിറയാണ്. തന്നെ വേദ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ എന്തിനാണ് തന്നെ വിട്ടുപോയത് എന്നറിയാൻ വിക്രമിന് വല്ലാതെ ആകാംക്ഷയായി. പിറ്റേന്ന് രാവിലെ വിക്രം വേദയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും ഫോൺ എടുത്തില്ല. ഉടനെ തന്നെ ശ്രീനിവാസൻ സാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാണ്. അത് കണ്ട് പേടിച്ച് വേദ പെട്ടെന്ന് ഫോൺ എടുക്കുമ്പോൾ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, അമ്പലത്തിൽ വരാമെന്ന് വിക്രം പറയുന്നുണ്ട്. വേദ അമ്പലത്തിലേക്ക് എത്തുമ്പോൾ വെള്ള മുണ്ടും ഷർട്ടും ഇട്ട് സന്തോഷത്തോടുകൂടി നിൽക്കുന്ന വിക്രമിനെയാണ് വേദ കാണുന്നത്. എന്തിനാ വിളിച്ചത് എന്ന് വേദ ചോദിച്ചപ്പോൾ, നീ എന്തിനാണ് ഈ മുഖംമൂടി അണിയുന്നത് എന്ന് വിക്രം തിരിച്ചു ചോദിക്കാണ്. നിനക്കെന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം വേദ, ആ എഴുത്തുകളിൽ നിന്ന് എനിക്കെല്ലാം മനസ്സിലായി. എന്തിനാണ് എന്നോട് ഈ നാടകം എന്ന് ചോദിക്കുമ്പോൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. നിന്റെ കൂടെ ജീവിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് വിക്രം, പക്ഷേ അതിനൊന്നും സമയമായിട്ടില്ല എന്ന് മാത്രമാണ് വേദ പറയുന്നത്. ഈ സമയത്തിന് ശ്രീകാന്ത് വാസവനെ കണ്ട് അരുണിനെ കുത്തിക്കൊല്ലാനും അത് വിക്രമിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്ലാൻ ചെയ്യുന്നു. രാത്രിയിൽ രണ്ട് പാർട്ടിക്കാർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുമെന്നും അതിനിടയിൽ വിക്രം തീരണമെന്നുമാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ശ്രീകാന്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അരുണിനെ കൊല്ലുന്നതോടുകൂടി തന്നെ വിക്രമിനെ ജയിലിലാക്കുകയും വേദയെ സ്വതന്ത്രമാക്കുകയാണ്. എന്നിട്ട് ദർശനുമായിട്ട് വേദിയുടെ കല്യാണം നടത്തണമെന്നൊക്കെയാണ് ശ്രീകാന്ത് ചിന്തിക്കുന്നത്. ഇതിനിടയിൽ വേദ ജോസഫേട്ടനെ വിളിച്ച് വിക്രമിനെ അടിയന്തരമായി ചക്രപാണി സാറിന്റെ അടുത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ടു. അരുൺ രാത്രിയിൽ ശ്രീകാന്തിനെ കാണാൻ പോകുമ്പോൾ അവിടെ വെച്ച് വിക്രമും പിള്ളേരും പോസ്റ്റർ ഒട്ടിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗുണ്ടകൾ വന്ന് ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ വിക്രമിനെ രക്ഷിക്കാൻ വന്ന അരുണിനെ ഗുണ്ടകൾ കുത്തുകയാണ്. വിക്രം അരുണിനെ താങ്ങിപ്പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ശ്രീകാന്ത് വാസവനോട് വിക്രമാണ് അരുണിനെ കുത്തിയത് എന്ന് പച്ചക്കള്ളം പറഞ്ഞു. വിക്രമാണെങ്കിൽ ഈ കാര്യമൊന്നും അറിയാതെ നേരെ ചക്രപാണി സാറിന്റെ അടുത്തേക്ക് എത്തി. അവിടെ വെച്ച് ശ്രീനിവാസൻ എത്ര വലിയ കുറ്റവാളികളാണെന്നും ഒരു മുഖംമൂടിയാണ് ചെകുത്താനാണെന്നും തെളിവ് സഹിതം തന്നെ സാറ് വിക്രമിന് വിവരിച്ചു കൊടുത്തു. ഹോസ്പിറ്റലിലാണെങ്കിൽ അരുണിന്റെ നില വളരെയധികം അതീവ ഗുരുതരമായിരുന്നു. ശ്രീകാന്ത് സന്തോഷത്തോടെ കൂടെ തന്നെ പത്രത്തിൽ വന്ന ആ ഒരു വാർത്ത കണ്ടു. രണ്ട് പാർട്ടികൾ തമ്മിലുള്ള തർക്കത്തിനിടയിൽ വിക്രം അരുണിനെ കുത്തിയെന്ന വാർത്ത. വേദയും ദീപ്തിയും ഈ ഒരു വാർത്ത കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ആ വാർത്ത കേട്ട് തളർന്നു വീണ ദീപ്തിയെ എല്ലാവരും കൂടി താങ്ങിയെടുത്ത് നേരെ അകത്തേക്ക് കൊണ്ടുവന്നു. എന്നാൽ വേദയുടെ ഉള്ളിൽ ആകെ ഒരു പിടച്ചിലായിരുന്നു. വിക്രം ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അവൾക്ക് ഉറപ്പാണ്. പത്രത്തിലെ വാർത്തയും ശ്രീകാന്തിന്റെ ചിരിയും തമ്മിൽ എവിടെയോ ഒരു പൊരുത്തക്കേടുണ്ട് എന്ന് വേദ മണക്കുന്നു. ചക്രപാണി സാറിന്റെ വീട്ടിൽ നിന്നും വിവരങ്ങൾ അറിഞ്ഞ വിക്രം നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തിയെങ്കിലും വാസവന്റെ ഗുണ്ടകൾ അവനെ തടഞ്ഞു. തന്റെ മകനെ കൊലക്ക് കൊടുത്തവൻ എന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ വാസവൻ വിക്രമിന്റെ കോളറിനങ്ങ് പിടിക്കാണ്. ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്ന് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ തന്നെ വിക്രമിനെതിരെ കൂടുതൽ തെളിവുകളൊക്കെ നിരത്തി. വിക്രം നിസ്സഹായനായി നിൽക്കുമ്പോൾ ജോസഫേട്ടനും വർക്ക്ഷോപ്പിലെ പിള്ളേരും വന്ന് വിക്രമിന് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അതേസമയം ബോധം തെളിഞ്ഞ ദീപ്തി ആരും കാണാതെ ഹോസ്പിറ്റലിലേക്ക് എത്തി. അരുണിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവൾ വെമ്പുകയായിരുന്നു. ICUവിന് പുറത്തു വെച്ച് അവൾ വേദയെ കാണുന്നുണ്ടെങ്കിലും താൻ അറിഞ്ഞ സത്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും ചെയ്തു. അരുൺ കുത്തേറ്റ് വീഴുമ്പോൾ വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുവെന്നും അത് വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം കോടതിയിൽ ശ്രീനിവാസന്റെ കേസ് പരിഗണിക്കുമ്പോൾ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടാവുന്നു. വിക്രം സാക്ഷിമൊഴി നൽകാനെത്തുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് ശ്രീനിവാസനെ രക്ഷിക്കുമെന്നാണ്. എന്നാൽ ചക്രപാണി സാർ നൽകിയ രേഖകളും വേദയുടെ കണ്ണുകളിലെ വിശ്വാസവും വിക്രമിന്റെ മനസ്സ് മാറ്റി. വിക്രം കോടതിയിൽ വെച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. ശ്രീനിവാസൻ ഒരു കൊടും കുറ്റവാളിയാണെന്നും തന്റെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ അയാളും കൂടി ഉണ്ട് എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് ഞെട്ടിപ്പോയ ശ്രീനിവാസൻ വിക്രമിനെ വകവരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടേക്ക് അപ്രതീക്ഷിതമായി ഒരാൾ കടന്നു വരുന്നു. അത് മറ്റാരുമല്ല, മുറിവേറ്റിട്ടും ബോധം തിരിച്ചു കിട്ടിയ വരുൺ തന്നെയായിരുന്നു. വരുണിന്റെ മൊഴി ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും ആകെ കുടുക്കി കളഞ്ഞു. തന്നെ കുത്തിയത് വിക്രമല്ല എന്നും ശ്രീകാന്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകളാണെന്നും വരുൺ വിളിച്ചു പറഞ്ഞു. അതോടുകൂടി തന്നെ ശ്രീകാന്തിന്റെയും ശ്രീനിവാസന്റെയും കള്ളക്കളികളെല്ലാം തന്നെ പൊളിഞ്ഞു. നിയമത്തിന് മുന്നിൽ അവർ അടിയറവ് പറയേണ്ടി വന്നു. എല്ലാ തെറ്റിദ്ധാരണകളും മാറിക്കൊണ്ട് തന്നെ വിക്രമും വേദയും ഒന്നായി. വിക്രം മുൻപ് കണ്ടെടുത്ത ആ ഒരു പ്രണയലേഖനത്തിലെ വാക്കുകൾ പോലെ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് കയറുകയായിരുന്നു. അച്ഛനെ മോചിപ്പിക്കുകയും തങ്ങളുടെ പ്രണയം വിജയിപ്പിക്കുകയും ചെയ്ത ആ ഒരു ആത്മസംതൃപ്തിയോടുകൂടി തന്നെ
പവിത്രം സീരിയൽ അടിപൊളി രംഗങ്ങളിലേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.